ചാലിശ്ശേരിയിൽ ജനുവരി ആദിവാരം നടത്തുന്ന ദേശീയ സരസ് മേള CPM-ന്റെ പാർട്ടി സമ്മേളനമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് BJP കപ്പൂർ സംഘടനാ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ വിഹിതമായ 85 ലക്ഷം രൂപ ഫണ്ട് ഉൾപ്പെടുത്തി നടത്തുന്ന സരസ് മേളയുടെ പരസ്യ ബോർഡുകളിൽ പോലും പ്രധാനമന്ത്രിയുടെയോ കേന്ദ്രമന്ത്രിമാരുടെയോ ചിത്രം ഉൾപ്പെടുത്താതിരിക്കുന്നതും കേന്ദ്രമന്ത്രിമാരെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതിരിക്കുന്നതും പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെ BJP പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. രാജ്യത്തെവിടെയും സരസ് മേളകൾ സംഘടിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ദീനദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് കീഴിലാണ്. കേരളത്തിൽ ഇത് കുടുംബശ്രീ മുഖേനയാണ് നടപ്പാക്കുന്നത്. ഗ്രാമീണ സംരംഭങ്ങളിലെ ഉൽപ്പന്ന പ്രദർശനത്തിനും വിപണനത്തിനുമാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പിന് 85 ലക്ഷം രൂപ കേന്ദ്ര വിഹിതവും 50 ലക്ഷം രൂപ സംസ്ഥാന വിഹിതമാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് BJPക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് ദിനേശ് അരവക്കാട്, ജനറൽ സെക്രട്ടറിമാരായ K നാരായണൻകുട്ടി, രതീഷ് തണ്ണീർക്കോട് എന്നിവർ പറഞ്ഞു. പാർട്ടി കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കണമെന്ന് തീരുമാനിച്ചത്, നമുക്കറിയാം, വരുന്ന ജനുവരി മാസം മുതൽ ചാലിശ്ശേരിയില് ദേശീയ സരസ് മേള സംഘടിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വലിയ രീതിയിൽ നമ്മുടെ നിയോജക മണ്ഡലം മുഴുവൻ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിന്റെ സംഘാടക സമിതിയിൽ ഉള്ളത് തന്നെയാണ്. ഈ ദേശീയ സരസ് മേള ചാലിശ്ശേരിയിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വസ്തുത അതുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാജ്യം മുഴുവൻ ഈ സരസ് മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ എന്ന പദ്ധതി പ്രകാരമാണ് ഈ സരസ് മേളകൾ രാജ്യം മുഴുവൻ സംഘടിപ്പിക്കുന്നത്. ഇത് കേരളത്തില് അല്ലെങ്കിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. NRLM നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ നേതൃത്വത്തിലാണ് രാജ്യം മുഴുവൻ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഒരു മുഴുവൻ പേര് എന്ന് പറയുന്നത് ദീനദയാൽ അന്ത്യോദയ യോജന NRLM പ്രൊജക്ട് എന്നാണ്. അതിന്റെ നേതൃത്വത്തിൽ ദേശീയ സരസ് മേള നമ്മുടെ തൃത്താലയിൽ അല്ലെങ്കിൽ ചാലിശ്ശേരിയിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ സെൻട്രൽ ഫണ്ട് കൃത്യമായിട്ട് ഇതിൽ വന്നിട്ടും ഇതിലെ ഒരു പരസ്യ ബോർഡുകളിലും പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഇത് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മിഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സംസ്ഥാന കോർഡിനേറ്റർ, അതുപോലെ ഇതിന്റെ കുടുംബശ്രീ മിഷന്റെ കോർഡിനേറ്റർമാരെ ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ താഴത്തേക്ക് സംസാരിക്കാം, ഞങ്ങൾ ഉടൻ പരിഹാരം കണ്ടെത്താം എന്ന രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇതിന്റെ വിവരാവകാശം എടുത്തപ്പോ 85 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ് ഈ സരസ് മേളയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. 85 ലക്ഷം രൂപ 85 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റിന്റെയും 50 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ സരസ് മേളയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, ഭാരതീയ ജനതാ പാർട്ടി കൊടുത്തിട്ടുള്ള വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടി. 85 ലക്ഷം രൂപ അനുവദിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഈ സരസ് മേളയ്ക്ക് വേണ്ടി അനുവദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഇതിന്റെ പരസ്യ ബോർഡുകളിൽ ഉപയോഗിക്കാത്തത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടുത്തെ ഇതിന്റെ സംഘാടകരോട് ചോദിക്കാനുള്ളത്. ഒരു നാണം കെട്ട പരിപാടിയാണ് ഇവിടുത്തെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് MP രാജേഷിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ CPM നടത്തുന്ന ഒരു നാണം കെട്ട രാഷ്ട്രീയ കളിയാണ് ഈ സരസ് മേളയോടനുബന്ധിച്ച് നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആരോപിക്കാനുള്ളത്. ഇത് CPM നടത്തുന്ന ഒരു നാണം കെട്ട രാഷ്ട്രീയ കളിയാണ്. സരസ് മേളയ്ക്ക് 85 ലക്ഷം രൂപ സെൻട്രൽ ഫണ്ട് അനുവദിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം നിർബന്ധമായിട്ടും ഇതിന്റെ ഫ്ലക്സ് ബോർഡുകളിൽ, ഇതിന്റെ പരസ്യ ബോർഡുകളിലൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇതിന്റെ സംഘാടക സമിതി ഇതുവരെ ആയിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് നേരം പുരോഗതി ഇന്നലെയൊക്കെ നോക്കുമ്പോൾ തൃത്താല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും സരസ് മേളയുടെ ജനുവരി 2-ാം തീയതി ആരംഭിക്കുന്ന എന്ന് പറഞ്ഞുള്ള ഫ്ലക്സ് ബോർഡുകളുണ്ട്. അതിൽ പിണറായി വിജയന്റെ ചിത്രവും MP രാജേഷിന്റെ ചിത്രവും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. BJPക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, 85 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ച് ഒരു സരസ് മേള ചാലിശ്ശേരിയിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ
ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ഒരു സെൻട്രൽ മിനിസ്റ്റർ തന്നെയാണ്. ഇതിനുവേണ്ടി ഞങ്ങള് ഒരു റിക്വസ്റ്റ് ഇതിന്റെ സംഘാടക സമിതി അല്ലെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ മിനിസ്റ്റർമാർ ആരെങ്കിലും ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന് തന്നെയാണ് BJPയുടെ ആവശ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാക്കിയിട്ട് ദേശീയ സരസ്മേള എന്നാണ് ഇതിന്റെ ഈ പരിപാടിയുടെ പേര് തന്നെ. ഈ പരിപാടി സാധാരണയായിട്ട് നമ്മുടെ ഗ്രാമീണ സംരംഭങ്ങളുടെ ഉൽപ്പന്ന വിപണനത്തിനും പ്രദർശനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അത് കേരളത്തിലെ കുടുംബശ്രീയുടെ യൂണിറ്റുകൾ മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്നത്. രാജ്യം മുഴുവനുള്ള ഇത്തരത്തിൽ ഗ്രാമീണ സംരംഭങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 250ഓളം വരുന്ന സ്റ്റാളുകൾ ഇതിൽ വരുന്നുണ്ട്, ഫുഡ് കോർട്ട് വരുന്നുണ്ട്. വലിയൊരു പരിപാടിയാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിന് 50 ലക്ഷം രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത്. 85 ലക്ഷം രൂപയും കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ബാക്കി പണം ഇവിടെ കണ്ടെത്തുന്നത് ഇവിടെയുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ വഴി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി പണം പിരിച്ചാണ് നടത്തുന്നത്. അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ടല്ല. പണം പിരിച്ച് സാധാരണക്കാരന്റെ വീടുകളിൽ നിന്ന് 100ഉം 200ഉം 250ഉം രൂപയും വെച്ച് വലിയ പിരിവ് നടത്തിക്കൊണ്ട്, സാധാരണക്കാരായിട്ടുള്ള അമ്മമാരെ ഉപയോഗിച്ചുകൊണ്ട് പിരിവ് നടത്തിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്.